മെറ്റലർജിയുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കോൺസെൻട്രേറ്റഡ് ഓറിനെ അതിന്ന് മെറ്റൽ ഓക്സൈഡുകൾ ഉണ്ടാക്കി മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ കിട്ടുന്ന മെറ്റലുകളെ റിഫൈൻ ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മെറ്റലുകളെ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് അയേണിനെ എങ്ങനെയാണ്? അപ്പം അയേണിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഹൈഡ്രേറ്റഡ് ഓറുകളെ കാൽസിനേഷൻ ആണ് നടത്തുക. Fe2O3 XH2O നമ്മൾ കാൽസിനേഷൻ നടത്തും. നോക്കൂ, ആഫ്റ്റർ കാൽസിനേഷൻ the ore is subjected to reduction with carbon in a blast furnace. കാൽസിനേഷന് ശേഷം ഓറിന് റിഡക്ഷൻ നടത്തും വിത്ത് കാർബൺ. റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? കാർബൺ. അപ്പൊ കാർബണെ വെച്ചുള്ള റിഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പേരെന്താ? സ്മെൽറ്റിംഗ്. അപ്പം ഇത് നടത്താൻ വേണ്ടിയിട്ട് കാൽസിനേറ്റഡ് ഓറ് കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആൻഡ് ലൈംസ്റ്റോൺ എന്തിനു വേണ്ടിയിട്ട്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനെന്താ വിളിക്കുക? ഫ്ലക്സ് എന്നാണ്. എന്താ വിളിക്കുക? ഫ്ലക്സ്. ആർ മിക്സഡ് ഇൻ ദ 8:4:1 റേഷ്യോ. ആരൊക്കെയാ? കാൽസിനേറ്റഡ് ഓറ്, കോക്ക്, ലൈം. Are fed into the furnace through a cup and cone arrangement. Coke serve as fuel as well as reducing agent. Coke എന്തായിട്ട് ആക്ട് ചെയ്യും? ഫ്യൂൽ ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പൊ നോക്കൂ, ഇതാണ് ഫർണസ്. ഇങ്ങനെ ഉണ്ടാവും ബ്ലാസ്റ്റ് ഫർണസ്. ഏകദേശം ഇവിടെ കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. ഇതിന്റെ അകത്തേക്ക് എന്തൊക്കെയാണ് ഇന്ന്? കാൽസിനേറ്റഡ് ഓറ്, പിന്നെ ആരാണ്? കോക്ക് പ്ലസ് ആരാണ്? ലൈം സ്റ്റോൺ. 8:4:1 എന്നുള്ള റേഷ്യോയിൽ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഈ കോക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? ഫ്യൂൽ ആയിട്ടും അതുപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കൂ, ഈ ഫർണസിന്റെ അടിയിൽ ഫയർ ഉണ്ടാവും. ഫർണസിന്റെ അടിയിൽ ഫയർ ഉണ്ടാവും. ഈ കോക്ക് ബേൺ ചെയ്ത് C+O2 ഗിവ്സ് എന്താണ്? CO2. ഈ പ്രോസസ്സ് ഹൈലി എക്സോതെർമിക് ആണ്. എക്സോതെർമിക് ആയതുകൊണ്ട് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഏകദേശം 2000 മേലെ 2173 കെൽവിൻ ആയിരിക്കും. നോക്കൂ, കാർബണ് ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ആ പ്രോസസ്സ് ഹൈലി എക്സോതെർമിക് ആയതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടത്തോട്ട് പോകും, മേലോട്ട് പോകും. മുകളിലോട്ട് പോകുന്ന സമയത്ത് നോക്കുക, ഈ കാർബൺ മേലെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം ആദ്യത്തെ സോണിനെ നമ്മൾ വിളിക്കുക കമ്പസ്റ്റൻ സോൺ. എന്താ വിളിക്കുക? കമ്പസ്റ്റൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. എക്സോതെർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഹൈ ആയിരിക്കും. കമ്പസ്റ്റൻ സോൺ കഴിഞ്ഞാൽ രണ്ടാമത്തെ സോണാണ് ഫ്യൂഷൻ സോൺ. അപ്പം ഈ ഫ്യൂഷൻ സോണിന്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഫ്യൂഷൻ സോൺ എന്ന് പേര് പറയാൻ വേറൊരു കാരണമുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മേലോട്ട് പോകുമ്പം ഫ്യൂഷൻ സോണിന്റെ അകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കോക്കുമായി കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഈ പ്രോസസ്സ് ഹൈലി എൻഡോതെർമിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുന്ന നോക്കുക, ഏകദേശം 1475 കെൽവിൻ മുതൽ 1575 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കുറയും. 1475 മുതൽ എവിടുത്തെ വരെയാണ്? 1575. 1475 to 1575 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഫ്യൂഷൻ സോൺ എന്ന് വിളിക്കാനുള്ള കാരണം വേറെ പലതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡായി മാറുന്നത് കൊണ്ടല്ല അതിനെ ഫ്യൂഷൻ സോൺ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ മേലെയുള്ള സ്ലാഗ് ഫോർമേഷൻ സോണും റിഡക്ഷൻ സോണും എന്ന് പറയുന്ന 2 സോണുകളുണ്ട്. 4 സോണുകളാണുള്ളത്. അതൊക്കെ കമ്പസ്റ്റൻ സോണ്, ഫ്യൂഷൻ സോണ്, സ്ലാഗ് ഫോർമേഷൻ, റിഡക്ഷൻ. അപ്പം നമ്മൾ Fe2O3 ആണല്ലോ നമ്മൾ ഓറായിട്ട് ഇടുന്നത്. ഈ Fe2O3 റിഡക്ഷൻ സോണും സ്ലാഗ് ഫോർമേഷൻ സോണും ഒക്കെ കഴിഞ്ഞ് ഫ്യൂഷൻ സോണിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു അയൺ ബൈ കോക്ക്. ആ Fe2O3 അവിടെ വെച്ച് എന്തായിട്ട് മാറും? അയണായി റെഡ്യൂസ് ചെയ്യും. ആര് ഉപയോഗിച്ച്? ഹോട്ട് കോക്കാണ്. ഇനിയോ
ഇത് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന സ്പോഞ്ചി അയൺ ഉണ്ടാവും ഇതിന്റെ തൊട്ട് മേലത്തെ സ്റ്റെപ്പിൽ. ഈ സ്പോഞ്ചി അയൺ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ അപ്പർ റീജിയൻ ഗെറ്റ് മെൽറ്റഡ്. ഇതുകൊണ്ടാണ് ഇതിനെ ഫ്യൂഷൻ സോൺ എന്ന് വിളിക്കുന്നത്. സ്പോഞ്ചി അയൺ മെൽറ്റ് ചെയ്യുന്ന സോണാണ് ഫ്യൂഷൻ സോൺ. അപ്പം ഫ്യൂഷൻ സോണിൽ എന്തൊക്കെയാണ് നടക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ആ പ്രോസസ്സ് എൻഡോതെർമിക് ആയതുകൊണ്ട് ടെമ്പറേച്ചർ 2100 കെൽവിൻ ഉള്ള സ്ഥലത്ത് നിന്ന് 1475 കെൽവിനിലേക്ക് കുറയും. പിന്നെയോ Fe2O3 അവിടെ ഉണ്ടെങ്കിൽ ഹോട്ട് കോക്ക് അയണായി റെഡ്യൂസ് ചെയ്യും. പിന്നെയോ അപ്പർ റീജിയനിൽ ഉണ്ടാവുന്ന സ്പോഞ്ചി അയണിനെ മെൽറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫ്യൂഷൻ സോണിലാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഫ്യൂഷൻ സോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ലാഗ് ഫോർമേഷൻ സോൺ, ദ മിഡിൽ പോർഷൻ ഓഫ് ദ ഫർണസ്, ടെമ്പറേച്ചർ ഏകദേശം 1073 കെൽവിൻ മുതൽ 1273 കെൽവിനാണ്. ഇവിടെ എന്താ? അയണിന്റെ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു അയൺ വൈൽ കോക്ക് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ മോണോക്സൈഡ്. നോക്കൂ, FeO plus CO gives എന്താണ്? Fe അയൺ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു അയൺ. ഇതാണ് നമ്മളെ സ്പോഞ്ചി അയൺ ഉണ്ടാവുന്നത്. FeO plus C gives എന്താണ്? Fe. കോക്ക് ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ടു കാർബൺ മോണോക്സൈഡ്. ഇവിടെ വെച്ചിട്ടോ നമ്മളെ ലൈം സ്റ്റോൺ ഇല്ലേ, കാൽസ്യം കാർബണേറ്റ്, നമ്മളെ ഫ്ലക്സ് അത് ഡിസോസിയേറ്റ് കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ ആരും ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഇതാണ് നമ്മളെ തൊട്ട് മേലുള്ള സോണാണ്. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാരുമായി കമ്പൈൻ ചെയ്യും? കാൽസ്യം ഓക്സൈഡ് ഇംപ്യൂരിറ്റിയായ സിലിക്കയുമായി കൂടിച്ചേർന്ന് SiO2മായി കൂടിച്ചേർന്ന് എന്താ ഉണ്ടാകുക? CaSiO3. ഇതാണ് എന്ത്? സ്ലാഗ് ഫോർമേഷൻ സോൺ. എന്താണ്? സ്ലാഗ് ഫോർമേഷൻ സോൺ എന്ന് മൂന്നാമത്തെ സോണിന് അറിയപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ എന്ത് ഫോം ചെയ്യുന്നതാണ്? സ്ലാഗ് ഫോം ചെയ്യുന്നത് കൊണ്ട്. ഈ ഫർണസിന്റെ ഏറ്റവും മേലെയുള്ള ഭാഗമാണ് എന്ത്? റിഡക്ഷൻ സോൺ. ടെമ്പറേച്ചർ ഒക്കെ കുറവാണ്, ഏകദേശം 873 കെൽവിനൊക്കെ ടെമ്പറേച്ചർ ഉള്ളൂ. ദ ഓക്സൈഡ് ഓഫ് അയൺ ഇന്റെ ഓറാണ് ഹാമറ്റൈറ്റും അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റും Fe2O3 അതുപോലെ തന്നെ ആരാണ്? Fe3O4 Fe3O4. ഇത് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. Fe2O3 plus CO gives FeO plus CO2. Fe2O3 plus CO gives Fe3O4 plus CO2. Fe3O4 കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് അയൺ ആയിട്ട് മാറുന്നു. ഇങ്ങനെ അയണിന്റെ ഓക്സൈഡുകൾക്ക് റിഡക്ഷൻ നടക്കുന്ന സോണാണ് റിഡക്ഷൻ സോൺ. അയൺ ഫോം ഈസ് മൂവ് ഡൗൺ ആൻഡ് മെൽറ്റ് ഇൻ ദ ഫ്യൂഷൻ സോൺ. ഇവിടെ ഉണ്ടാകുന്ന അയണും പിന്നെയോ സ്ലാഗ് ഫോർമേഷൻ സോണിൽ ഉണ്ടാകുന്ന അയണുകൾ, അതാണ് സ്പോഞ്ചി അയൺ, അത് താഴോട്ട് പോയി ഫ്യൂഷൻ സോണിൽ നിന്ന് എന്താവുന്നു? മെൽറ്റ് ചെയ്യപ്പെടുന്നു. ഈ മെൽറ്റ് ചെയ്ത അയണിന്റെ അകത്തേക്ക് ആര് ഡിസോൾവ് ചെയ്യും? കാർബൺ ഡിസോൾവ് ചെയ്യും, സിലിക്ക അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ ഡിസോൾവ്. ഇത് ഈ ഫർണസിന്റെ ഏറ്റവും അടിയിൽ പോയി നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള അകത്ത് 4% കാർബൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? പിഗ് അയൺ. എന്താ വിളിക്കുക? പിഗ് അയൺ. പിഗ് അയൺ കണ്ടെയ്ൻ 4% കാർബൺ. ഈ കാർബണിനെ നമുക്ക് കാസ്റ്റ് അയൺ ആക്കി മാറ്റാം. കാസ്റ്റ് അയണിന്റെ അത് 3% കാർബണേ ഉണ്ടാവും. 3%. Here molten pig iron in a heat with a scrap of iron and coke in a specially designed furnace. Pig iron ine കോക്കും അതുപോലെ തന്നെ സ്ക്രാപ്പ് ഓഫ് പിയർ അയൺ വെച്ച് ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? കാസ്റ്റ് അയൺ കിട്ടും. കാസ്റ്റ് അയണിന്റെ അകത്ത് 3% ഉള്ളൂ. പിഗ് അയണിന്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 4% ഉണ്ട്. വോട്ടൺ അയൺ ഓർ മാലിബിൾ അയൺ, മാലിബിലിറ്റി ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് കമേഴ്ഷ്യലി ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള അയൺ ആണ് ആര്? മാലിബിൾ അയൺ അല്ലെങ്കിൽ വോട്ടൺ അയൺ. ഇത് കാസ്റ്റ് അയണിന്റെ അകത്ത് ഉണ്ടാക്കുക ബൈ ഓക്സിഡൈസിങ് ഇംപ്യൂരിറ്റീസ് ഇൻ എ റിവോൾവട്ടറി ഫർണസ് ലൈൻഡ് വിത്ത് ഹാമറ്റൈറ്റ്. ഹാമറ്റൈറ്റ് ലൈൻ ഉള്ളിൽ ഹാമറ്റൈറ്റ് കോട്ടിംഗ് ഉള്ള എന്താണ് ഒരു ഫർണസിന്റെ അകത്ത് നിന്നാണ് ആര് ഓക്സിഡൈസ് ചെയ്യുക? കാസ്റ്റ് അയണിനെ ഓക്സിഡൈസ് ചെയ്യുക. അപ്പം ഹാമറ്റൈറ്റ് എന്താണ് ഓക്സിഡൈസ് ചെയ്യും ആരെ? കാർബണിനെ. അവരാണല്ലോ നമ്മളെ ഫ്യൂൽ. കാർബണിനെ കാർബൺ മോണോക്സൈഡ് ആക്കി. അപ്പൊ നോക്കൂ, Fe2O3 പ്ലസ് ഇവിടെ ഉണ്ടല്ലോ Fe2O3 പ്ലസ് 3C gives 2Fe plus 3CO. ഇതാണ് എന്ത്? വോട്ടൺ അയൺ. അപ്പോൾ
പിഗ് അയൺ ഓർമ്മിക്കുക, കാസ്റ്റ് അയൺ ഓർമ്മിക്കുക, വോട്ടൺ അയൺ ഓർമ്മിക്കുക. ഈ എക്സ്ട്രാക്ഷൻ്റെ അയണിന്റെ എക്സ്ട്രാക്ഷൻ്റെ അകത്തുള്ള 4 സ്റ്റെപ്പുകൾ എന്താണ്? കമ്പസ്റ്റൻ സോൺ, ഫ്യൂഷൻ സോൺ, സ്ലാഗ് ഫോർമേഷൻ ആൻഡ് റിഡക്ഷൻ സോൺ. ഓർക്കുക, അതാണ് അയണിന്റെ എക്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സിങ്കിന്റെ എക്സ്ട്രാക്ഷൻ, സിങ്ക് ഓക്സൈഡ്, സിങ്കേറ്റ് എന്ന് പറയുന്ന ഓറാണ്. അതിന് കോക്ക് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഹൈ ടെമ്പറേച്ചറിൽ കാർബൺ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് കിട്ടും. അപ്പൊ നോക്കൂ, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റ് ആവുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, അലൂമിനിയത്തിന്റെ ഓർ എന്താ? ബോക്സൈറ്റ്. ഇതിനെ കോൺസെൻട്രേറ്റ് ലീച്ചിങ് ആണ്. ലീച്ചിങ് നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അലൂമിന. എന്താണ്? അലൂമിന, Al2O3. ഇത് ആരുമായിലേക്ക് ഡിസോൾവ് ചെയ്യും? ക്രയോലൈറ്റ്, Na3Al(EF6). ഇവരാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്കിയത്. അപ്പം അലൂമിന Al2O3യെ ഇലക്ട്രോളിസിസ് നടത്തിയാണ് നമുക്ക് അലൂമിനിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പം Al2O3നെ ക്രയോലൈറ്റിൽ ഡിസോൾവ് ചെയ്യും, അവർ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതിനെ കൊണ്ടുള്ള ഗുണം? ഈ ക്രയോലൈറ്റിനെ കൊണ്ടുള്ള ഗുണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ക്രയോലൈറ്റ് ഇംപ്രൂവ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഇൻക്രീസ് ചെയ്യും, ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിന്റ്. എന്ത് കുറയ്ക്കുകയും ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് പ്രത്യേകത. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഒരു കാർബൺ ലൈനിങ് ഉള്ള ഒരു കണ്ടെയ്നറിന്റെ അകത്ത് എടുക്കും. ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഒരു കാർബണിന്റെ ലൈനിങ് ഉണ്ട്. അവരെന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായി ആക്ട് ചെയ്യും. കാർബൺ ലൈനിങ് ആക്ട് ആസ് കാഥോഡ്. പിന്നെയോ ഇതിൻ്റെ അകത്ത് കുറച്ച് കാർബൺ റോഡുകൾ ഉണ്ടാവും. ഇവരാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക? ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഇലക്ട്രോലൈറ്റ് ആരാണ്? അലൂമിന പ്ലസ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് എന്തിനായിട്ട് ഇത്? ഇറ്റ് ഇംപ്രൂവ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ലോവേഴ്സ് ദ മെൽറ്റിംഗ് പോയിന്റ്. ഈ കാർബൺ ലൈനിങ് എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. കാർബൺ റോഡുകൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് നമുക്കറിയാം കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ ആണ്. അപ്പം Al2O3ന്റെ അകത്ത് Al3+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് അലൂമിനിയമായി റെഡ്യൂസ് ചെയ്യപ്പെടും കാഥോഡിൽ. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ആനോഡിലോ ഇവർ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ആനോഡിലേക്ക് പോയി. ആനോഡ് കാർബൺ ആണ്, കാർബൺ റോഡാണ്. അവരുമായി കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് പിന്നെ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാർബൺ ഇലക്ട്രോഡ് ആനോഡ് ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഈ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷൻ നടത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെ റീപ്ലേസ് ചെയ്യണം? ആനോഡിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പൊ അലൂമിനിയത്തിന്റെ ഇലക്ട്രോലൈറ്റിക് എക്സ്ട്രാക്ഷൻ ആണ്. ഇലക്ട്രോലൈറ്റ് അലൂമിന പ്ലസ് എന്താണ്? ക്രയോലൈറ്റ് ആണ്. കാർബൺ ലൈനിങ് ആണ് ആനോഡ്, കാർബൺ ലൈനിങ് ആണ് കാഥോഡ്, കാർബൺ ലൈനിങ് ആണ് എന്ത്? ആനോഡായിട്ട് ആക്ട്. അപ്പം അലൂമിനിയത്തിന്റെ നാലാമത്തെ എക്സ്ട്രാക്ഷൻ ആണ് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ. കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എല്ലിംഗ്രാഡ് ഡയഗ്രത്തിന്റെ അകത്ത് ΔG0 ഫോർമേഷൻ ഓഫ് Cu to Cu2O, ഈ ഗ്രാഫ് ഏറ്റവും മേലെ എന്ന് പറഞ്ഞാൽ ലെസ് നെഗറ്റീവ് ആണ്. അപ്പൊ അതിന്റെ താഴെയുള്ള ഏതൊരു എലമെന്റ് ഉപയോഗിച്ചും Cu2നെ നമുക്ക് എന്ത് ചെയ്യാം? റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നോക്കൂ, ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. സാധാരണഗതിയിൽ കോപ്പറിന്റെ സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പം അതിന് എന്ത് നടത്തും? ഫോർത്ത് ഫ്ലോട്ടേഷൻ നടത്തുകയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് നടത്തണം? റോസ്റ്റിംഗ് നടത്തണം. എക്സസ് ഓഫ് എയറിന്റെ പ്രസൻസിൽ ഫർണസിൽ ഹീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ സൾഫറും അതുപോലെ തന്നെ ആർസനിക്, ഫോസ്ഫറസ് പോലുള്ള ഇമ്പ്യൂരിറ്റീസ് ആർ എക്സ്പെൽഡ്, പുറത്തോട്ടു ആസ് വോളറ്റൈൽ കോമ്പൗണ്ട്. നോക്കൂ, സൾഫർ SO2 ആയിട്ട് എക്സ്പെൽ ചെയ്ത് പോയില്ലേ? ഇതുപോലെ എന്താണ്? ഇവരൊക്കെ വോളറ്റൈൽ കോമ്പൗണ്ട് ആയിട്ട് മാറും. അപ്പം നോക്കൂ, കോപ്പർ പിറൈറ്റ് CuFeS2 + 3O2 Cu2S + FeO + SO2. അപ്പം ഇവരെ നമ്മൾ ഇനി സ്മെൽറ്റിംഗ്, നമുക്കറിയാം കാർബൺ ഉപയോഗിച്ചുള്ള റിഡക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്മെൽറ്റിംഗ്. ശ്രദ്ധിക്കണേ, കാർബൺ ഉപയോഗിച്ചുള്ള റിഡക്ഷൻ ആണ് എന്ത്? സ്മെൽറ്റിംഗ്. ഫർണസിലേക്ക് ഹീറ്റ് ചെയ്യും. അപ്പൊ കാർബൺ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുമ്പോൾ ഫർണസിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? FeS is oxidized to FeO + SO2. ഈ FeO
ആരുമായി കമ്പൈൻ ചെയ്യും? സിലിക്കയായിട്ട്. ഈ ഫർണസിന്റെ ഉള്ളിൽ ലൈൻ ചെയ്തിരിക്കുന്ന സിലിക്കയുമായി, സിലിക്കയാണ് ഉണ്ടാകും. അപ്പം FeSiO3 ഉണ്ടാവും. FeSiO3. ഈ Cu2S ഓക്സിഡൈസ് ചെയ്യപ്പെട്ടിട്ട് എന്തായിട്ട് മാറും? ഇത് ഇതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റി ആണല്ലോ, അയൺ ആണ് മാറുന്നത്. ഈ Fes. Cu2S ഓക്സിഡൈസ് ചെയ്യപ്പോൾ Cu2O plus SO2. ഈ Cu2O പാർഷ്യലി വീണ്ടും തിരിച്ച് Fesന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് എന്തായിട്ട് മാറും? Cu2S ആയിട്ട് മാറും. അപ്പൊ ഈ ഫർണസിന്റെ അടിയിൽ ഒരു മോൾട്ടൺ മാസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാകുക? Cu2Sഉം അതുപോലെ തന്നെ ട്രേസ് ഓഫ് Fesഉം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോപ്പർ മാറ്റ്. ദ മോൾട്ടൺ മാസ് the base of the furnace which contain Cu2S and Fes is called എന്താണ്? കോപ്പർ മാറ്റ്. അതിനെ എന്ത് വിളിക്കുക? കോപ്പർ മാറ്റ്. ഈ കോപ്പർ മാറ്റിനെ ബസിമർ ഫർണസിൽ ബസിമറൈസേഷൻ നടത്തിയിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കുക? കോപ്പർ നമുക്ക് ഉണ്ടാക്കുക. അപ്പോൾ സ്റ്റീൽ ലൈനിങ് ഉള്ള എന്താണ് അതിൻ്റെ അകത്ത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഉള്ളിൽ സിലിക്ക ലൈനിങ് ഉള്ള ഒരു ഫർണസ് ആണ് ആര്? ബസിമർ ഫർണസ്. ആ ബസിമർ ഫർണസിന്റെ അകത്തേക്ക് നമ്മൾ ഈ കോപ്പർ മാറ്റിനെ മാറ്റുന്നു. അപ്പോൾ Cu2S ഓക്സിഡൈസ് ചെയ്യപ്പോൾ Cu2O ആയിട്ട് മാറും. Fes ട്രേസ് ഓഫ് Fes Feo ആയിട്ട് മാറും. അത് ഈ ഇതിന്റെ ഉള്ളിൽ ലൈനിങ് ഉള്ള സിലിക്കയുമായി കൂടി ചേർന്ന് എന്തുണ്ടാവും? FeSiO3. ഇതൊക്കെ നമ്മളെ സ്ലാഗ് ആണ് ഉണ്ടാവുന്നത്. Cu2O എന്താണ്? Cu2Sമായി കമ്പൈൻ ചെയ്ത് കോപ്പർ ഉണ്ടാവും. ഈ കോപ്പർ ഉണ്ടാവും. ഈ മോൾട്ടൺ കോപ്പർ ഫർണസിന്റെ അടിയിലുണ്ടാവും. ഈ സൾഫർ ഡയോക്സൈഡ് ഉണ്ടല്ലോ, ഇതിന്റെ അകത്ത് എസ്കേപ്പ് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പം ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ മോൾട്ടൺ കോപ്പറിന്റെ സർഫസിൽ എന്തുണ്ടാവും? ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലിസ്റ്റർ കോപ്പർ. എന്താ വിളിക്കുക? ബ്ലിസ്റ്റർ കോപ്പർ. അപ്പൊ കോപ്പറിന്റെ എക്സ്ട്രാക്ഷന്റെ അകത്ത് ബസിമറൈസേഷൻ, കോപ്പർ മാറ്റിനെയാണ് ബസിമറൈസേഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെ പ്യുവർ കോപ്പർ ഉണ്ടാവും. ആ മോൾട്ടൺ കോപ്പറിന്റെ അകത്ത് SO2 എസ്കേപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലിസ്റ്റർ കോപ്പർ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് കോപ്പറിന്റെ എക്സ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട് പറയാൻ. അപ്പോൾ എല്ലാവർക്കും ഈ 4 ക്ലാസ്സുകളും മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ മെറ്റലർജിയുടെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം.